ബിഗ് ബോസ് വീട്ടിലിപ്പോൾ ഷാനവാസും ആദിലയും നൂറയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നടക്കുന്നത്. അതിൽ ഷാനവാസ് ആദിലയോടും നൂറയോടും പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കിത് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്കിത് അനീഷിനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. കാരണം ആദ്യ തുടക്കം മുതൽ ഒടുക്കം വരെയും അനീഷാണ് എൻ്റെ ഒപ്പം നിന്നത്. അനീഷ് ഷാനവാസിനോടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഷാനവാസിനെതിരാണ് ഈ സംഭവം വരുന്നതെങ്കിൽ ഒരു കാരണവശാലും ഷാനവാസിനെ അനുകൂലിക്കുകയോ ഷാനവാസിനൊപ്പം നിൽക്കുകയോ ചെയ്യില്ല. മാത്രമല്ല, ആ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്നും ഷാനവാസിനോട് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടാണ് ഷാനവാസ് പറയുന്നത്, എനിക്കിത് അനീഷിനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി, എനിക്ക് നെവിനെ ബ്ലെയിം ചെയ്യണമെന്നോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ആദിലോ നിമിത്തമാണിത് എനിക്കിപ്പോൾ പുറത്ത് പറയേണ്ടി വന്നത്. നീ പെട്ടുപോയ ഒരവസ്ഥയിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞോളാൻ എന്ന് പറഞ്ഞതാണ്. അല്ലാതെ നെവിനെ ബ്ലെയിം ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കിത് അനീഷിനെ എനിക്ക് ബോധ്യപ്പെടുത്തണമെന്നുണ്ട്, അല്ലാതെ മറ്റാരെയും എനിക്കിത് ബോധ്യപ്പെടുത്തണ്ട. അതുപോലെ ആദിലയാണെങ്കിലും പെട്ടുപോയൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആദിലയ്ക്ക് ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഇതിനെ പറ്റിയിട്ട് ബാക്കിയുള്ളവരോട് എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കണമെന്നുള്ള ഒരു ത്വരയുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, നെവിൻ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് അവൻ ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കണമെന്ന് പലരോടും അതിൽ പറയുന്നുമുണ്ടായിരുന്നു, ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ആണുങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൻ ഒരസ്വാഭാവികത നമുക്ക് തോന്നുന്നില്ലേ എന്ന് ആദില പലരോടും ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദിലയും ഇപ്പോൾ ഇതിലാകെപ്പെട്ട് നിൽക്കുക. വൃത്തികെട്ട കാർഡ് നീ ഉപയോഗിച്ചു എന്ന് നെവിനോട് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ ഇത് എന്തായാലും വീഡിയോ ഒന്നും കാണിച്ചൊന്നും ഇത് തെളിയിക്കാൻ പോകുന്നില്ല. കാര്യം ആരെയും അവരുടെ ലൈഫ് വെച്ച് ഇതാക്കാൻ ബിഗ് ബോസ് ഒരു കാരണവശാലും ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൽ ഷാനവാസിനും ആദിലയ്ക്കും തന്നെ വാണിംഗ് കിട്ടാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നത്. അനുമോള് പറഞ്ഞ ഒരു ജിസേലിൻ്റെ ആര്യൻ്റെ ആ ഒരു പ്രശ്നം, അതുപോലെ ലക്ഷ്മി പറഞ്ഞ പ്രശ്നങ്ങൾ, മസ്താനി പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇവർ മനസ്സിൽ ഓർത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഷാനവാസും ആദിലയും ഇങ്ങനെ പറയില്ലായിരുന്നു. ആദിലയും ഷാനവാസും ഇപ്പോൾ ആകെപ്പെട്ട ഒരവസ്ഥയിലാണ്.